തിരിച്ചു പോവുകയാണ്. ശ്രീരാജിനെ കാണാനില്ല, ശ്രീരാജ് വേറെ അവിടെ പോയി. ഞാനും വിഷ്ണു എന്തായാലും ഒരുമിച്ചുണ്ട്. സെറ്റ് സാധനം, കുറച്ചേറെ പൂ ഇവിടെ ഈ വയലറ്റ് കളറിലെ പൂ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകട്ടോ, ഒന്ന് ഗൈഡായിട്ട് പുറയില്ല, നമുക്ക് അങ്ങ് പോവാം, അറിയാവുന്ന വഴി നോക്കി അങ്ങ് പോവാം. ഇത് തന്നെയല്ലേ റൂട്ട്? ഇതാണ് വഴി, കുറച്ചുകൂടെ വിസിബിളായി. വിഷ്ണു എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? ട്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? അഡ്വഞ്ചർ സാധനമായിരുന്നു. എത്ര അട്ട അതിനകത്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതേണ്ടാ ബീട്രൂട്ട്, ചീരയാണോ? എന്നാ ചീര ചീരയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് യാത്ര തുടരാം, ഇറങ്ങാം. ഇവിടെ കുറച്ച് ചുള്ളിക്കുമ്പോഴായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ നമുക്ക് ഇത് കടന്ന് പോവാം. സെറ്റ് സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. സംഭവം അഡ്വഞ്ചറാണ്, മിസ്റ്റാണ്, ഫോഗ് എല്ലാം കൊണ്ടും അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് എന്തായാലും കൈ കഴുകും കേട്ടോ. നമ്മൾ ഇഡ്ഡലി കഴിച്ചിട്ട് പിന്നെ കൈ കഴുകില്ല, പക്ഷേ കൈ മൊത്തം ഉണങ്ങി, അത് വേറെ കാര്യം. പാത്രം കഴുകണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു അരുവിയുടെ ഒരു സൗണ്ട് കേൾക്കാം, ചെറിയൊരു വെള്ളത്തിൻ്റെ സോഴ്സ് അവിടെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു കുളമുണ്ട്, നമുക്ക് ആ കുളം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഗൈഡ് പറയുന്നത് വെച്ചാൽ കുളം ഇച്ചിരി ഡേഞ്ചർ ആണെന്നാണ്, പക്ഷേ ലെറ്റ്സ് സീ. ഏതാ? അല്ലല്ല അവിടെയല്ല, അല്ലല്ല ഈ വീട് അവിടെ ദൂരമല്ലോ. കേട്ടോ ഒക്കെ വീടിൻ്റെ അടുത്തോട്ട് പോവാം. പക്ഷെ ഒന്നും കാണത്തില്ല ആക്ച്വലി വീടിൻ്റെ, അമ്മാതിരി കോട, ഫുൾ കോട. അവിടെ ഒരു കുളം കാണാം കേട്ടോ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോ കാണാമെന്നറിയില്ല. ഇത് സെറ്റ് വീട് കേട്ടോ, ഫ്രെയിം എപ്പാറെങ്കിൽ ജി ഫ്രെയിം. ഇപ്പോഴത്തെ വീട്ടിലെത്തി കണ്ടോ, അടിപൊളി ഫ്രെയിം ആട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, ഫോണിൽ എന്തോരം കാണുമെന്ന് പറയുന്നില്ല, നേരിട്ട് കാണുന്നൊരു ഫീൽ അത് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണും കൊണ്ട് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്ന് മാറിക്കണം, നമുക്ക് ഉള്ളിലേക്ക് പോകാം, ഹോം ടൂർ നടത്താം. ഹോം ടൂർ നടത്തി കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഒന്നും തന്നെ ഇല്ല, കട്ടള പോലെ ഉള്ളൂ. പിന്നെ മേൽക്കൂര ഉണ്ടോ, മേൽക്കൂരയുടെ സ്കീം ഇങ്ങനെയാണ്. മേൽക്കൂര ഇങ്ങനെയാണ്, ജനലുണ്ട്. കാറ്റടിച്ച് പറഞ്ഞു പോയതാണ് അറിയില്ല. ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ആണ്. ഫുള്ളൊരു ഗ്രാസ് ലാൻഡ് സെറ്റപ്പ്, ഒന്നും തന്നെ കാണാനില്ല, അമ്മാതിരി കോളം. ഞാൻ നേരത്തെ പറഞ്ഞ കുളം ഇത് ഡേഞ്ചറാണ്, നമ്മുടെ ഗൈഡേടം പറഞ്ഞ കേട്ടോ, ശരിയാണ്. അതിനെ മുങ്ങിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അതില്ല ആണോ? പക്ഷെ വെറുതെ മുങ്ങിച്ചാവാൻ നിൽക്കേണ്ട, ആലപ്പുഴക്കാരനൊന്നും പറഞ്ഞ കാര്യമില്ല, മുങ്ങിപ്പോവും. പക്ഷെ ഡേഞ്ചർ ആട്ടോ, അടങ്ങിയിരുന്നു പോരെ. വിഷ്ണു കിഴപ്പ് പിടിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ അവൻ പോയില്ല, അവൻ മനസ്സിലായി. പക്ഷേ വലിയ ആഴമൊന്നും കാണത്തില്ലായിരിക്കും, ഞാൻ മുങ്ങിപ്പോൾ ആഴമൊന്നും കാണത്തില്ല, അതെൻ്റെ അഹങ്കാരമല്ല, കോൺഫിഡൻസാണ്. ഇവിടെയാണ് നമ്മുടെ അരുവിയുള്ളത് കേട്ടോ, നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ക്യാമറ ഫുള്ള് ഫോഗ് അടിച്ചിട്ട് നിങ്ങൾക്ക് വിഷ്വൽസ് ഒന്നും ക്ലിയർ ആയിരിക്കില്ല, പക്ഷേ ഇതാണ് സംഭവം. ഈ ചെറിയ വാട്ടർ ക്രോസിംഗ് നമ്മൾ കയറണം. ഷൂ നനയ്ക്കാതെ നോക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഷൂ നനയും. അങ്ങോട്ട് നമുക്ക് സൗണ്ട് കേൾക്കുന്നില്ലേ വെള്ളത്തിൻ്റെ? ആണ് ഈ ഇവിടെ ഇങ്ങനെ കുറേ പൂക്കളുണ്ട് കേട്ടോ, ഈ ടൈപ്പ് പൂ, ഇത് കുറേ ഉണ്ട്. ക്യാമറ ഫോഗായിട്ടോ, മഴ പെയ്തിട്ട് നമ്മുടെ തമിഴ്പ്പട വരുന്നുണ്ട്, കാണാമോ എന്ത്. വിഷ്ണു ഗാരു, ശ്രീരാജ് ഗാരു, നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. ഇവിടെ സൂക്ഷിക്കേണ്ട വഴിയാട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫോണും എടുത്ത് നടക്കുക. ഇവിടെ ഫുൾ കൊക്കേ സൈഡിൽ, സൂക്ഷിച്ചിറങ്ങണം. വിഷ്ണു ഞാൻ ചത്താലും കുഴപ്പമില്ല, ഫോൺ പോലെന്ന്. എന്തോടാ എടാ, ഞാൻ പോയ എൻ്റെ ഐഫോൺ നിനക്കല്ലേ. ഇത് ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് കുറച്ച് ചേട്ടന്മാർ കയറിപ്പോയി. അതിൽ സമയം ഒരു ഇഷ്യൂ അല്ല, നമുക്ക് നേരത്തെ വന്ന് കയറണമെന്നൊന്നും ഇല്ല, എപ്പോൾ വന്നാലും ഇതേ മൂടാം. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മുടെ ഗൈഡിന് ഇച്ചിരി ധൃതി ഉണ്ടെന്നേ ഉള്ളൂ, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് താഴെ പോകണം. നമ്മുടെ ഗൈഡുടെ ബാക്കിലാണ്, നമ്മുടെ ബാക്കി തമിഴ്പ്പട എല്ലാം ബാക്കിലാണ്. നമ്മൾ അവരുടെ അടുത്ത് ദൂരെ പോയിരിക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേണിലെത്തി കേട്ടോ, ഒരു കാട്ടിലെത്തി. ബ്രില്യൻറ്റ് സ്റ്റഫ്. ശ്രീരാജ് ഇവിടെ മൂത്രവിസർജനം നടത്തുന്നു, വിഭജന ദിനം.
വിഭജന ഭീതി ദിൻ. അടുത്ത് തന്നെയാണോ വഴി? ഈ വഴി ഒന്നും കണ്ടിട്ടേ തോന്നില്ല. നമ്മൾ ഫ്രണ്ടിലായി കേട്ടോ, നമ്മൾ 3 പേര് ഫ്രണ്ടില്, അണ്ണനും ബാക്കി 7 തമിഴ് പടയും ബാക്കിൽ. അപ്പം അണ്ണനെ കാണാനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു അണ്ണനെ നമുക്ക് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് പിന്നെ തന്നെ വരാമെന്ന്. ഇപ്പം ആ അവസ്ഥയായല്ലോ. അണ്ണനാണ് ശ്രീരാജിനെ വിടുന്നില്ല, ശ്രീരാജിനെ കെട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു. എന്താ സംഭവം അറിയില്ല. പുള്ളി നോറ്റ് ഗേൾസാ, അതുകൊണ്ടായിരിക്കും അല്ലേ? അല്ലേ വിഷ്ണു? വഴി തെറ്റിയോ എന്നൊരു സംശയം. പക്ഷെ ഈ റൂട്ട് വരാട്ടോ മസ്റ്റ് വിസിറ്റ് ആണ്. ആണോ? മസ്റ്റ് വിസിറ്റ് ആണോ? വെർത്താണ്, വെർത്ത് വർമ്മ വെർത്ത്. എൻ്റെ ഫോണാണ് ഡെഡായി, ഐഫോൺ ഡെഡായി. വിഷ്ണുവിൻ്റെ ഫോണിൽ ചാർജുണ്ട്, 72% ഉണ്ട്. വിഷ്ണു അങ്ങനെ എടുത്തില്ല കാര്യമായിട്ട്. നമ്മൾ അതിലെ വിഷ്ണുവിൻ്റെ ഫോണിലാണ് ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൻ്റെ ക്യാമറയിലെല്ലാം വെള്ളം കയറി, ഫോഗ് കയറി, ഇച്ചിരി നോട്ട് യൂസബിൾ ഫോമായി. നിങ്ങളിപ്പോൾ കാണുന്നതല്ല ആക്ച്വലി, കുറച്ചുകൂടെ ആംബിയൻസ് കൂടുതലാണ്. അപ്പോൾ ബെറ്റർ നമ്മളൊരു ഗോപ്രോ, ഒരു ആക്ഷൻ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു, സെറ്റായിരുന്നു. ഐഫോണിൻ്റെ ഒന്നും സ്റ്റോറേജ് തീരെ ഇല്ല. വിഷ്ണു ഓടുക, വിഷ്ണുവിന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര റിഗ്രറ്റ് കേട്ടോ. എന്നിട്ട് പറയാം എന്തോ ചെയ്യാനാ, സോറി പറയാം, അല്ലെങ്കിൽ മോശമായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു തമിഴ് നല്ല തമിഴ് പ്രസൻറ്റ് ചെയ്താൽ എന്താണ്. ശ്രീരാജ് ரொம்ப നന്ദിന്ന്. റിയാജിന് എന്ത് ചെയ്യണ്ട്, ரொம்ப നന്ദിന്ന് പറയുന്നത്. ആ പെങ്കൊച്ച് കവാലക്കൊച്ചി അടിച്ച് പൊട്ടിക്കില്ല ഒരുമിച്ചേരി. നിനക്കിനി നന്ദിയുണ്ടോ? ലൈവായിട്ട് കണ്ടിട്ട് പോ. ഇത് നമ്മൾ തിരിച്ചിറങ്ങുവാണ്, പക്ഷെ ഇറക്കാമെന്ന് വേണ്ടിയിട്ട് കയറ്റമാണല്ലോ പണ്ടാരം. ഡെൻസ് ഫോറസ്റ്റ് എത്തി കേട്ടോ. ഇനി എത്ര നേരം കൊണ്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ബഹുദൂരം മുമ്പോട്ട് പോയി, ரொம்ப ദൂരം പോയിടിച്ച്. ചെറുതായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫെക്റ്റ് ആട്ടോ. നമുക്ക് രാവിലെ തന്നെ വരേണ്ട ഒരാവശ്യമില്ല. ഉച്ചയായെന്ന് പറഞ്ഞാലും വെയിലോ കാര്യങ്ങളോ അങ്ങനെ ഒരു പ്രശ്നമില്ല. വ്യൂവും ക്ലൈമറ്റ് എല്ലാം സെറ്റാണ്. വീണ്ടും നിരപ്പായ പാതയായി കേട്ടോ. കയറ്റം മാറി, ഇറക്കം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രക്ക് സുഗമമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാമായിരുന്നു. നമ്മളങ്ങനെ ആദ്യം പിറ്റ് സ്റ്റോപ്പ് ഇട്ട പാറയുടെ അവിടെ എത്തി കേട്ടോ. ആൾക്കാരിപ്പോൾ കയറി പോകുന്നേ ഉള്ളൂ. അവിടെ കുറേ ടീം വന്നിട്ടുണ്ട്. ഈ പാറയുടെ ഇവിടെ അസ്വസ്ഥനായിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ വിഷ്ണുവിൻ്റെ കാല അട്ടയുണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ 2 പേരുടെ കാലയിൽ അട്ടയുണ്ട്. അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അട്ടയെ എങ്ങനെ തുരത്താമെന്ന്. കയറിപ്പോയ വഴി ഓപ്പോസിറ്റ് ഈ പാറക്കായിട്ട് ഒരു പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് താഴോട്ട് പോകാം. വിഷ്ണു ഓടുന്നു. നമുക്ക് യാത്ര തുടരാം. ബാക്ക് ടു ബേസ്. ലെറ്റ്സ് ഗോ.